കോൺഗ്രസിൻ്റെ മികച്ച മുന്നേറ്റങ്ങളിലും തിരിച്ചുവരവിലും ഒന്ന് നടന്നത് കർണാടകയിലാണ്. എല്ലാ ഉൾപാർട്ടി പ്രശ്നങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അരയും തലയും മുറുക്കി ദേശീയ സംസ്ഥാന നേതാക്കന്മാർ എന്ന വേർതിരിവില്ലാതെ രാഹുൽ ഗാന്ധി മുതൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർ വരെ ഒറ്റക്കെട്ടായി പ്രയത്നിച്ച് തിരിച്ചുപിടിച്ച മൂവർണ്ണ കോട്ടയായി മാറിയ കർണാടക ജനതയുടെ മുഴുവൻ വിശ്വാസതയും പിടിച്ചുപറ്റിയ നേതാവ് സിദ്ധരാമയ്യ ഒരു ഭാഗത്ത്, രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുവാൻ പാർട്ടിയുടെ ഉരുക്കു നേതാവായി നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ദൊഡ്ഡണഹള്ളി കെമ്പഗൌഡ ശിവകുമാർ എന്ന DK ശിവകുമാർ, ഇരുവരും ഒറ്റക്കെട്ടായി പിടിച്ചെടുത്ത കർണാടക നിയമസഭ. അധികാരത്തിലെത്താൻ കോൺഗ്രസ് ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം BJPക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സമരമുറകളും പ്രചരണ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നു. അങ്ങനെ DK ശിവകുമാറോ സിദ്ധരാമയ്യയോ മുഖ്യമന്ത്രി എന്ന ചോദ്യം മാത്രം അവശേഷിപ്പിച്ച് കോൺഗ്രസ് വിജയമുറപ്പിച്ചു. ഹൈക്കമാൻഡ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുവാൻ മാത്രം പഠിച്ചിട്ടുള്ള DK ശിവകുമാർ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാകുവാൻ സമ്മതിച്ചു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുകയും DK ശിവകുമാർ EDക്ക് ഇരയാവുകയും ചെയ്തു. JDSലും കോൺഗ്രസിലും മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ, EDയുടെ ചോദ്യമുനമ്പിലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന DKയും ഭരണപരിചയവും സംഘടനാ മികവും തെളിഞ്ഞ പ്രതിച്ഛായയുള്ള നേതാവാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയുടെ ഏറ്റവും വലിയ കരുത്ത് ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ കൂട്ടായ്മയായ അഹിന്ദയുടെ നിർലോഭ പിന്തുണയാണ്. ആ പിന്തുണ തന്നെയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടാം തവണയും സിദ്ധരാമയ്യ എത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. JDSലും കോൺഗ്രസിലും 2 തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സിദ്ധരാമയ്യ തന്നെയായിരുന്നു. 13 തവണ ബജറ്റ് അവതരിപ്പിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പക്വതയും സാമ്പത്തിക അച്ചടക്കവും ഈ അഹിന്ദ നേതാവിൻ്റെ സവിശേഷതയായിരുന്നു. എന്നാൽ രണ്ടാം തവണ മുഖ്യമന്ത്രിയായി ഭരണ ചുമതല വഹിക്കുമ്പോൾ പക്വതയും ക്ഷമയും സാമ്പത്തിക അച്ചടക്കവും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വ്യക്തിപരമായി ഗുരുതരമായ അഴിമതി ആരോപണം നേരിടുന്ന സാഹചര്യവും ഉടലെടുക്കുകയും ചെയ്തു. BJPയിൽ നിന്ന് കർണാടകയുടെ അധികാരം കോൺഗ്രസ് പിടിച്ചെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാഗ്ദാനം ചെയ്ത സൗജന്യങ്ങളായിരുന്നു. 14 മാസം മുമ്പ് BJPയിൽ നിന്ന് കർണാടക ഭരണം പിടിച്ചെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന സിദ്ധരാമയ്യയും PCC അധ്യക്ഷനായിരുന്ന DK ശിവകുമാറും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വോട്ടർമാർക്ക് ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുവാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കർണാടകയിൽ എത്തിയിരുന്നതുമാണ്. മുഖ്യമന്ത്രി പദത്തിനോടൊപ്പം ധനകാര്യവും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പദ്ധതികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സിദ്ധരാമയ്യർക്കായി. രണ്ടാം ഭരണത്തിൻ്റെ പ്രാരംഭം മുതലേ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും സിദ്ധരാമയ്യയ്ക്ക് തലവേദന സൃഷ്ടിച്ചു. സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും അഴിമതികളിലേക്കും ഗവൺമെൻറ് വഴുതി വീണതിൻ്റെ ഒന്നാമത്തെ കാരണം ഗ്യാരണ്ടികളുടെ അമിതഭാരം തന്നെയാണ്. പൊതുവിൽ അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുള്ള ധനാർത്ഥിയും ആഡംബര ജീവിതാസക്തിയും ഭരണത്തെ ദുഷിപ്പിച്ച രണ്ടാമത്തെ കാരണമാണ്. ആഡംബര ജീവിതവും ധൂർത്തുമെല്ലാം മുഖ്യമന്ത്രിയായ സോഷ്യലിസ്റ്റ് മനസ്സുള്ള സിദ്ധരാമയ്യയെ പോലും സ്വാധീനിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അതുതന്നെയായിരുന്നു. ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗ കൂട്ടായ്മയായ അഹിന്ദയാണ് സിദ്ധരാമയ്യയുടെ പ്രധാന പിൻബലമെന്ന് സൂചിപ്പിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ മുൻഗണന ലഭിക്കേണ്ടിയിരുന്നത് അഹിന്ദയിലെ പ്രധാന ഘടകമായ ദളിതർക്കാണ്. വാൽമീകി നായക് സമുദായങ്ങളാണ് കർണാടകയിലെ ദളിതരിൽ പ്രമുഖർ. ഇതിഹാസകർത്താവിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് അഭിമാനിക്കുന്ന വാൽമീകി സമുദായക്കാർ വടക്കേ ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. എന്നാൽ കർണാടകയിലും ആന്ധ്രയിലും വാൽമീകി സമുദായക്കാർ പട്ടികവർഗ വിഭാഗത്തിലാണ് ഉള്ളത്. കർണാടകത്തിൽ ലക്ഷക്കണക്കിന് വാൽമീകി സമുദായക്കാരുണ്ട്. ബെല്ലാരി, റേച്ചൂർ ജില്ലകളിലാണ് അവർക്ക് സ്വാധീനമേറെ ഉള്ളത്. അത്തരത്തിൽ സാമുദായിക പിന്തുണയേറെയും സിദ്ധരാമയ്യക്കുള്ളതും മുഖ്യമന്ത്രിയായതിലെ പ്രധാന കാരണമാണ്. എന്നാൽ അദ്ദേഹത്തിന് എതിരായുള്ള പല സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയെ മാറ്റി അവിടെ DK ശിവകുമാറിനെ ഇരുത്തുവാനുള്ള നീക്കത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ പേര് തന്നെ മഹർഷി വാൽമീകി ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ്. യൂണിയൻ്റെ ഈ ബാങ്കിൻ്റെ ശാഖയിലെ പ്രധാന അക്കൗണ്ടിൽ നിന്ന് 187 കോടി രൂപ വീതം വ്യാജ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത തട്ടിപ്പാണ് സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പ്. ഈ തട്ടിപ്പുകളൊക്കെ നേരിട്ടോ അല്ലാതെയോ വിരൽ ചൂണ്ടുന്നത് സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെയാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ പ്രഭുവായ DK ശിവകുമാർ
കർണാടകയുടെ മുഖ്യമന്ത്രിയായാൽ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന് വാദിക്കുന്നവരും നിരവധിയാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ പ്രഭുവായ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായാൽ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാക്കുവാനുള്ള സാധ്യത കുറവായിരിക്കുമെന്ന് വാദിക്കുന്നവരും നിരവധിയാണ് കർണാടകയിലെ കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സിദ്ധരാമയ്യയെ മാറ്റി ഒരു പുത്തൻ ഉണർവ് DK ശിവകുമാറിലൂടെ കർണാടകയിലെ കോൺഗ്രസിൽ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.